ഈ കുഞ്ഞ് ചെറിയ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു ഓണം വീഡിയോ ഷൂട്ട് ചെയ്താലോ? യെസ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓണം സ്പെഷ്യലായിട്ട് ഉമ്മാൻ്റെ സ്വീറ്റ് ആൻഡ് സവർ ബിറ്റർ ഗാർഡ് പിക്കിൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ. യെസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഓണം വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല. പെട്ടെന്നാണ് മനസ്സിൽ വന്നത്, എൻ്റെ സെക്കൻഡ് ബേബി വന്നിട്ട് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ. അപ്പോൾ അവളുടെ ഫസ്റ്റ് ഓണമല്ലേ, ഒരു മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു റെസിപ്പിയും കൂടി പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു വുഡ് ലൈക്ക് ദിസ്. യെസ്, അധികം ഞാൻ വർത്താനം പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പക്ക അല്ലെങ്കിൽ ബിറ്റർ ഗാർഡ്, ചെറിയുള്ളി, അതേപോലെ നമ്മുടെ കാന്താരിമുളക് അല്ലെങ്കിൽ ചീനിമുളക്, വേറെ എന്തെങ്കിലും പറയുമെങ്കിൽ അതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിശുക്കുന്നതല്ല, ഞങ്ങൾക്ക് ഇത്ര എണ്ണ മതി. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്ന് നമ്മുടെ പാവക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ മസാല പൗഡേഴ്സ് ഇടേണ്ട ടൈമാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ആൻഡ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എന്നിട്ടൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളി പിഴിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് അങ്ങനെ മൊത്തം ഒരു 3/4 കപ്പോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് ഇതിനൊരു സവർ ടേസ്റ്റിൽ വന്നിട്ടുള്ളൂ. ഇനി സ്വീറ്റ് വെർഷൻ വരുത്തണ്ടേ, അതിനെന്ത് ചെയ്യും? യെസ്, നമ്മുടെ ശർക്കര ഇതേപോലെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി ഇത് തിളച്ച് മറിഞ്ഞ് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ സ്വീറ്റ് ആൻഡ് സവർ പിക്കിൾ ഇസ് ഡൺ. കണ്ടോ, ഇതേപോലെ ഒന്ന് കുറുകിയൊക്കെ വരും. യെസ്, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫ്ലെയിമിൻ്റെ കണക്കും കൂടി പറഞ്ഞേക്കാം. ഇത് 1 വീക്ക് വരെയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. ഇനി ഓണത്തിന് സദ്യയും പായസവും ഇല്ലാതെ എന്തോണം അല്ലേ? ഭയങ്കര വലിയ റെസിപ്പീസൊന്നും നമുക്ക് ഇത്തവണയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഉള്ളത് അടിപൊളിയായിരുന്നു. ഈ കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ഐ ആം താങ്ക്ഫുൾ. കാരണം നമുക്ക് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ളത് കൊണ്ടും അങ്ങനെ എൻ്റെ ഓണസദ്യ കഴിഞ്ഞിരിക്കുന്നു. ശുഭദിനം. യെസ് എവരിവൺ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നാഹിദ് സബ്രി സൈനിങ് ഓഫ്. താങ്ക് യു, ബൈ.